ഞങ്ങൾ ഇവിടെ 2003 കാലഘട്ടം 2002 2003 കാലഘട്ടങ്ങളിൽ വന്നവരാണ് ഞങ്ങളെല്ലാവരും. ഈ ഇരിക്കുന്നവരെല്ലാവരും നേഴ്സുമാരാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും ഒരേ ട്രസ്റ്റ് വർക്ക് ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും നാട്ടിൽ നിന്നും ഇവിടെ വന്നു. 2003 ഇവിടെ വന്നു. അന്ന് മുതൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കൂട്ടായ്മ എന്ന് പറയുന്നത്. ഞങ്ങൾ ഇവിടെ ഒരു ലിവർപൂളിലെ മലയാളികൾ എല്ലാവരും കൂടെ കൂടുന്ന ഒരു അസോസിയേഷനുണ്ട്, ലിവർപൂൾ മലയാളി അസോസിയേഷൻ ലിമ എന്ന് പറയുന്നത്. ഞങ്ങൾ ഏതാണ്ട് 2000 തുടങ്ങിയതാണ്. ഞാൻ 2003 അതിൽ ജോയിൻ ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെ പലതരത്തിലുള്ള പൊസിഷനുകളിലും വർക്ക് ചെയ്ത് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും ഒരുമിച്ച് കൂട്ടി ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു അസോസിയേഷനാണ്. നമുക്ക് കൗൺസിലുകാർ ഓരോ ഫ്ലോട്ടുകൾ നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫ്ലോട്ടിലും ഓരോ ഷെഡുകൾ നമുക്ക് ഇതിന് മുന്നേ ഉള്ള ആൾക്കാർ പണിതവരായിരിക്കാം, അല്ലെങ്കിൽ കൗൺസിലുകാർ പണിതവരായിരിക്കാം. അങ്ങനെ നമുക്ക് തന്നേക്കുന്ന ഒരു ഷെഡാണ്. നമ്മുടെ ഷെഡിൻ്റെ ഒരു നമ്പറാണ്, നമ്മുടെ ഈ ഫ്ലോട്ടിൻ്റെ നമ്പറാണ് നമ്പർ 18. ഇതിനകത്താണ് നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ പണി സാധനങ്ങളെല്ലാം സൂക്ഷിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ചെറിയ സാധനങ്ങൾ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഇത് കണ്ടോ, ഈ ബീൻസൊക്കെ ഉണ്ടോ ഇതുപോലെ വിളഞ്ഞ് കിടക്കുന്ന ഇത് കണ്ടോ, ഇതുമാത്രം ബീൻസുകൾ വിളഞ്ഞ് കിടക്കുന്നതുണ്ടോ. വേസ്റ്റുകൾ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കമ്പോസ്റ്റായിട്ട് കിട്ടും. ഈ കമ്പോസ്റ്റ് നമ്മൾ അടുത്ത വർഷം നമ്മുടെ ചെടികളുടെ വളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് അലോട്ട്മെൻ്റ് ഉണ്ടെങ്കിലും ഹോഴ്സ് വെച്ച് വെള്ളം ഒഴിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ഇതുപോലെ ക്യാനിൽ കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കാനേ പറ്റത്തുള്ളൂ. കണ്ടോ കിടക്കുന്നുണ്ടോ നല്ല ബീൻസുകൾ. യാതൊരു തരത്തിലുള്ള വിഷസാധനങ്ങളും ഇല്ലാതെ ഫ്രഷായിട്ട് കിട്ടുന്ന യാതൊരു തരത്തിലുള്ള കീടനാശിനികളും നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെയുള്ള കിട്ടിയേക്കുന്നൊരു ഇതാണ്. ഇതിൻ്റെ സൂര്യകാന്തി നമ്മുടെ വലിയ പൂക്കൾ ഇതാണ്. നമ്മുടെ ഇത് കണ്ട് തിരിച്ചു വെക്കാം. സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്തോട്ടാണ്. അതെ, ഞങ്ങൾക്ക് ചുമന്ന സവോളയും വെളുത്ത സവോളയും ഉണ്ടായിരുന്നു. ചുമന്ന സവോള എല്ലാം എടുത്തു. അത് ഞാൻ ഓൾറെഡി ഉപയോഗിച്ചു. വെളുത്തുള്ളി ഓൾറെഡി പറിച്ചെടുത്തു. നമ്മുടെ നാടൻ ചീര നിൽക്കുന്നതുണ്ടോ, ഇതാണ് നമ്മുടെ നാടൻ ചീര. തക്കാളി കണ്ട ഒരു മായമില്ലാത്തത്, യാതൊരു തരത്തിലുള്ള ഒരു മായങ്ങളും അതിനകത്തില്ല. കടുകുണ്ടോ, കറുത്ത് നിൽക്കുന്നത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു കടുകെന്ന് പറയുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ജീരകം. നിങ്ങൾ ഇതൊരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതിൻ്റെ പൂ നിൽക്കുന്നുണ്ടോ, ഇത് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. നല്ല ഒരു ജീരകം എന്നാ ഇതാണെന്ന് പറയും. നമ്മുടെ തരി ജീരകത്തിൻ്റെ ഒരു ജീരകമാണത്. കിടക്കുന്നുണ്ടോ, നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. പിന്നെ തക്കാളി ഉണ്ടോ, നമ്മൾ ഉണ്ടാക്കി കിടക്കുന്നുണ്ടോ, ഇന്നുകൊണ്ട് കിടക്കുന്നുണ്ടോ, നല്ല അടിപൊളിയായിട്ട് തക്കാളി ഉണ്ടാക്കി കിടക്കുന്നു. നമ്മുടെ നാട്ടിലെ ആ സെയിം ടേസ്റ്റ് നല്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നിൽക്കുന്ന നമ്മുടെ ചീരയാണ്. ആ പയറ് ഇത് കണ്ടോ, നമ്മുടെ കത്തിപ്പയർ എന്ന് പറയും നമ്മുടെ നാട്ടിൽ. ഇതിന് ഇവിടെ നമ്മൾ റണ്ണർ ബീൻസ് എന്ന് പറയും. നമുക്ക് പല കളറിൽ പർപ്പിൾ കളർ നമ്മളപ്പുറത്ത് കണ്ടത്. അതിൻ്റെ തന്നെ ഇനി ബീൻസിൻ്റെ തന്നെ പർപ്പിൾ കളറിൽ. ഇനി ഇതിനെ കഴിഞ്ഞ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ മത്തങ്ങ ഉണ്ടോ, ഇതുണ്ടോ മത്തങ്ങ. നമ്മുടെ നാട്ടിലെ ഇതുണ്ടോ, ഇത്രയും വലിയ മത്തങ്ങ നമ്മുടെ നാട്ടിൽ പോലും കിട്ടത്തില്ല. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഉണ്ടോ. നമ്മുടെ ഇത് കണ്ടോ കിടക്കുന്നത്, ഇതാണ് നമ്മുടെ മത്തങ്ങ എന്ന് പറയുന്നത്. നല്ല അടുത്ത മത്തങ്ങ കിടക്കുന്നുണ്ടോ, അടുത്ത മത്തങ്ങ കിടക്കുന്നുണ്ടോ. ഇതാണ് നമ്മുടെ സെറ്റപ്പ് സാധനം. ഇതിനെ കഴിഞ്ഞൊക്കെ ഉപരിയായിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഇതിനകത്തൊരു കഷ്ടപ്പെട്ട് ഇതിനകത്ത് നമ്മളൊരു ഗ്രീൻ ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് പോളിഡാണൽ. ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിലെ വഴുതനങ്ങ ഇത് പൂ ഇട്ടിട്ടേ ഉള്ളൂ. ഇതിൽ നമ്മൾ കായ്ച്ചിട്ടില്ല. നമ്മൾ ഉടനെ തന്നെ ഇത് പൂവൊക്കെ നിറച്ച് പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നു. പിന്നെ പച്ചമുളക്, എരിവുള്ള മുളകാണ്. ഭയങ്കരമായിട്ട് നല്ലതായിട്ട് നമ്മുടെ നാട്ടിലെ എരിവുള്ള നല്ല മുളക്. പിന്നെ ഇതിനെ കഴിഞ്ഞ്
പിന്നെ നമ്മുടെ കാന്താരി മുളക്, കാന്താരി എന്ന് പറയുന്നൊരു സാധനം, അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത്രയ്ക്കും ടേസ്റ്റ്. ഇതുണ്ടോ നല്ല വെള്ളക്കാന്താരി കണ്ടോ? ഈ വെള്ളക്കാന്താരിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് പിന്നെ അത് നിങ്ങൾ നോക്ക്. ഇഞ്ചി നമ്മുടെ നാടൻ ഇഞ്ചി, പിന്നെ തക്കാളി, നമ്മുടെ പാവയ്ക്ക നമ്മൾ ആയി വരുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ കുക്കുംബർ ഇതുണ്ടോ നല്ല കിളുത്ത് വരുന്നു. ഇതെല്ലാം നമ്മൾ ഈ പോളികാർബൺ ഇതിനകത്ത് വളർന്നു വരുന്നതാണ്. ഇനി വേറൊരു പയറാണേ, ഇത് പർപ്പിൾ പയർ. നമ്മുടെ നാട്ടിലെ അതേ ടേസ്റ്റാണ് ഈ പയറിന്. ഇത് കുറച്ചുകൂടെ നീളം വെക്കും. നമ്മുടെ നാട്ടിലെ വള്ളിപ്പയർ പോലെ നല്ല നീളം വരും, പക്ഷേ ഇത് പർപ്പിളായിരിക്കും. പിന്നെ ഇത് വേറെ അതേ സെയിം പച്ചപ്പയർ. ഇത് മഞ്ഞപ്പയർ. നമ്മുടെ നാട്ടില് ശരിക്കും പറഞ്ഞാൽ ഇതിന് കത്തിപ്പയർ എന്നാ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ കേട്ടിരിക്കുന്ന ഒരു കത്തിപ്പയർ എന്നല്ലേ. അപ്പം ഇത് സുലഭമായിട്ട് ഉണ്ടാകുന്ന ഒരു ചൂടൊക്കെ നമ്മൾ വീട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കായ്ക്കുന്ന ഒരു സാധനമാണ്. അതെ, ഇതിപ്പോ കണ്ടില്ലേ നിറച്ച് പൂത്ത് ഇഷ്ടംപോലെ ഉണ്ട്. ഞങ്ങൾ നട്ട ബീറ്റ്റൂട്ടാണ്. അതിനകത്തുനിന്ന് ഒരെണ്ണം ഇപ്പം ഇന്ന് പറിച്ചെടുത്തതാണ്. ഇത്രയും നന്നായിട്ട് ഇവിടെ ബീറ്റ്റൂട്ട് ഉണ്ടാവുകയും ചെയ്യും. നമ്മളത് 400 ഗ്രാമിനടുത്ത് വരുന്നുണ്ട് ഇല്ലേ? തീർച്ചയായിട്ടും 350-400 ഗ്രാം ഉണ്ട്. നല്ല ഫ്രഷ് ആയിട്ട് എടുക്കുന്നതിന്റെ നമുക്ക് അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത്രയും ഫ്രഷ് ആയിട്ട് ഇതുപോലെ കിട്ടുന്ന ഒരു ബീട്രൂട്ടും നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ബീട്രൂട്ടിന്റെ ഇതിന്റെ ബീട്രൂട്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് ഇതിന്റെ കിഴങ്ങ് മാത്രമല്ല, ഇതിന്റെ ഇല, ഇതിന്റെ ഏറ്റവും നല്ലൊരു സാധനമാണ് ഇതിന്റെ ഇല. ഇത് ഏറ്റവും ഉപകാരപ്രദമാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിന് എല്ലാവിധ പോഷകാംശങ്ങളും അടങ്ങുന്ന ഒരു സാധനമാണ് ഇതിന്റെ തണ്ടിന് ഈ ഇലയ്ക്കും ഉള്ളത്. ബീട്രൂട്ടിൽ തന്നെ നമ്മൾ കേൾവി അധികം ആൾക്കാർ കേട്ടിട്ടുണ്ടോ? വേണ്ട, ഗ്രീൻ കണ്ടോ? നല്ല ഗ്രീൻ ബീട്രൂട്ടിൽ തന്നെ ഗ്രീൻ ഒരു വെറൈറ്റിയാണ്. ഇത് ഞങ്ങളുടെ ഗ്രീൻ ഹൗസിലുള്ള തക്കാളി, ബീഫ് ടൊമാറ്റോ എന്ന് പറയും. നമ്മൾ പ്ലം ടൊമാറ്റോസ്, അത് നമ്മൾ ഗ്രീൻ ഹൗസിലാണ് ഇതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ചില്ലിനകത്താണ് ഇത് വളർത്തുന്നത്. അപ്പോൾ നല്ല ചൂടോടുകൂടി വളർന്നു. നമ്മുടെ നാട്ടിലെ ഏതാണ്ട് ഒരു ചെറിയൊരു കാലാവസ്ഥ ഇതിനകത്തുണ്ട്. ഇത് നമ്മുടെ പേർ എന്ന് പറയുന്ന ഒരു സാധനമാണ്, ഒരു ഫ്രൂട്ടാണ്. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള സാധനമാണ്. നമ്മുടെ നാട്ടിൽ സബർജല്ലി, ഇത് സബർജല്ലി എന്ന് പറയുന്ന ഒരു വേർഷനാണ് കേട്ടോ. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. ഒരു തരത്തിലുള്ള മായങ്ങളും ഇല്ലാത്ത, നിറച്ചും നന്നായിട്ട് കായ്ക്കുന്ന ഇത് ആപ്പിളാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമുക്ക് വളരെ, നിങ്ങൾ കണ്ടോ എന്തുമാത്രം ആപ്പിളുകളാണ് ഒരു ഇതിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഫുള്ള് ഇത് ബഡാണ് കേട്ടോ, ഇത് ഒറിജിനൽ അല്ല, ഇത് ബഡായിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇതൊരു ചെറിയൊരു മീൻകുളവും അതിനോടനുബന്ധിച്ച് തന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മത്തങ്ങയും അങ്ങനെയുള്ള, പിന്നെ ചോളം. വെറൈറ്റി ഒരു വേറൊരു പേരാണ്. ഇതുണ്ടോ ഇങ്ങനെ അങ്ങ് കൊല വീണ മറിഞ്ഞു പോവുകയാണ് നമ്മള്. അത് വേറൊരു വെറൈറ്റി. നമ്മുടെ ഖനം അതിൻ്റെ ഒരു കട്ടി, കാരണം ഇത് കണ്ടോ ഇതിന്റെ ഷേപ്പ് വേറെയാ. കാരണം ഇത് വേറൊരു ഷേപ്പാണ് ഇതിന്. മറ്റേതിന്റെ ഇച്ചിരൂടെ ഇവിടെ ഒരു നീട്ടമുള്ള ഷേപ്പാണ് വരുന്നത്. ഇത് വേറൊരു വെറൈറ്റി പേരാണ് നമ്മുടെ. അത് നിറച്ചും പേരാണ്. കുഞ്ഞു ആ ഒരു മരത്തിലുണ്ടാകുന്നുണ്ടല്ലേ ഇങ്ങി വരണ അതിന്റെ റൂബാബിന്റെ ചുമല. ഇത് ഈ കാണുന്നതാണ് റൂബാബ്. UK വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ റൂബാബ് ആൻഡ് കസ്റ്റർഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതാണ് റൂബാബ്. ഇതിന്റെ തണ്ട് ഇതിവിടെ എടുത്താണ് കസ്റ്റർഡിന്റെ കൂടെ കഴിക്കുന്നത്. നമ്മൾ പക്ഷികളൊന്നും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹൗസിനകത്താക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളിങ്ങോട്ട് അടുപ്പിച്ച് വെച്ചാൽ കാണാം നല്ല മൽബറീസ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഒരു നല്ല വിളഞ്ഞു വരുന്നതേ ഉള്ളൂ, ആയിട്ടില്ല. പക്ഷേ ഇഷ്ടംപോലെ നിറച്ച് കായ്ച്ചു വരുന്നുണ്ട്. ഇഷ്ടംപോലെ പൂക്കളുണ്ട്. നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. നല്ല ഭംഗിയായിട്ട് ഇത് കിളുത്ത് വരുന്നുണ്ട്. നമ്മൾ UK വന്നു കഴിയുമ്പോൾ എപ്പോഴും കാണുന്നതും നമ്മൾ നിത്യം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്, പൊട്ടാറ്റോസ്. ഇതാണ് പൊട്ടാറ്റോ. ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന ചട്ടിക്കകത്താണ്.
ഇത് നമ്മൾ സീസൺ പാകമാകുമ്പോൾ വിളഞ്ഞു തുടങ്ങുമ്പോൾ ഇത് വിളഞ്ഞു തുടങ്ങി വരുന്നു. മത്തങ്ങയുടെ വേറൊരു വെർഷനാണ് തേണേണ്ട. കുഞ്ഞു മത്തങ്ങ ആയി വരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഒന്ന് കാണാം എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. വേണ്ട മത്തങ്ങ ആയി വരുന്നു. അത് നമ്മൾ ചെറിയൊരു ഇങ്ങനെ കയറ്റി ട്രീ പോലെ കയറ്റി ആർച്ച് പോലൊക്കെ കയറ്റി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെടിയാണ് ഡാലിയ. ഏറ്റവും മനോഹരമായി നമുക്ക് നിൽക്കുന്ന ഒരു പൂവാണിത് ഡാലിയ. ഇവിടെ സുലഭമായിട്ടുണ്ടാകുന്ന ഒരു സാധനമാണ്. ഞങ്ങളൊരു ഗാർഡൻ സെൻറ്ററിൽ ചെന്നപ്പോൾ ഞങ്ങൾ ഒരു പൂക്കൾ പോലെ ഒരു സാധനം കണ്ടു. അപ്പോൾ ഞങ്ങളിത് വാങ്ങിച്ചു. ഞങ്ങൾക്കിത് ഭയങ്കര ബ്യൂട്ടി ആയിട്ട് തോന്നി. ഞങ്ങളൊരു 2-3 വാങ്ങിച്ചുള്ളൂ. പക്ഷെ അത് ഭയങ്കര ബ്യൂട്ടി ആയിട്ട് തോന്നി. ഇപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് വളരെ ഞങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു വളരെ സന്തോഷമാണ്. ഡാലിയയുടെ അടുത്ത് തന്നെ അതെ, തീർച്ചയായിട്ടും ചെടിക്ക് ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഈ വർഷത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് ഒരു കുഞ്ഞ് കമ്പ് അവിടെ ബഡ് വെച്ചതാണ്. ഇത് കണ്ടോ, നിറച്ചും ആപ്പിൾ ഉണ്ടായി കിടക്കുന്നത്. ഇതാണ് ഞങ്ങൾ നിറച്ച് ഒരു കുഞ്ഞു കമ്പിൽ ഇലയില്ല, അതുപോലെ ആപ്പിളാണ് ഉണ്ടായി കിടക്കുന്നത്. നല്ല ഏറ്റവും നല്ല റെഡ് നല്ല സ്വീറ്റാണ് കേട്ടോ. ഈ ആപ്പിള് നല്ല മധുരമുള്ളൊരു ആപ്പിളാണ്. ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് അതിന്റെ പേരൂടെ കാണിച്ചു. ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു കൗതുകം തോന്നിയോണ്ട് വെച്ചതാണ്. ഇതിപ്പം ഫ്രഷ് ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പറിച്ച് എടുക്കുകയാണ് ഈ ട്രേക്കകത്തോട്ട്. ഇങ്ങനെ ഈ എന്താ പറയണ്ടേ, ഈ മൂത്ത് കിടക്കുന്ന നല്ല പാകമായിട്ടുള്ള ബീൻസ്, നല്ല പച്ച കളറുള്ള ബീൻസുകൾ ഇത് പറിച്ച് എടുക്കുകയാണ്. ഇതിപ്പം വൈകുന്നേരത്തെ ഒരു കറിക്കുള്ള കൂട്ടി പറിക്കുകയാണ്. ഇത് ഞങ്ങൾ ഇതുപോലെ ഓരോ ദിവസം വരുമ്പോൾ ഇങ്ങനെ പറിക്കും. എന്താ പറയണ്ട, മൂത്ത് വരുന്നതനുസരിച്ച് ഇത് കഴിഞ്ഞ് നാളെ വരുമ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ മൂത്ത് കിടക്കും. അടുത്ത ട്രിപ്പ് നമുക്ക് പറിക്കാറാകും അന്നേരത്തേക്കും. അങ്ങനെ ഇതുപോലെ ഓരോ ദിവസം പറിക്കുന്നതനുസരിച്ച് ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇങ്ങോട്ട് വാ, നമ്മളൊരു സർപ്രൈസ് കാണിക്കാം. നമ്മുടെ മത്തങ്ങ, നമ്മുടെ നാട്ടിൽ ഓണം വരുന്നു, നമുക്ക് എരിശ്ശേരി വെക്കണം, കൂട്ടുകറി വെക്കണം. ഇതിനെല്ലാത്തിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം. നിങ്ങൾ ഇതിൻ്റെ വലിപ്പം കണ്ടോ? കണ്ടോ വലിപ്പം? ഇത്തവണത്തെ ലിമയുടെ ഓണസദ്യക്ക് ഓണത്തിന് നമ്മൾ ഈ മത്തങ്ങ വളവും. ഈ മത്തങ്ങ സദ്യയുണ്ട്. ആര് വന്നാലും നമ്മുടെ ലിമയുടെ ഓണത്തിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് മത്തങ്ങ. ഇത് കേട്ടോ, മത്തങ്ങ കിടക്കുന്നു. അവിടെ 2-3 മത്തങ്ങ വേറെ നമ്മള് ഒരു പാർട്ടാണ്. വേറൊരു പാർട്ട് കൂടെ ഉണ്ട്. അവിടെ മത്തങ്ങ വളരുന്നുണ്ട്. നമ്മളിതെല്ലാം ഓണത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് വളർത്തിക്കൊണ്ട് വരുന്നതാണ്. നമ്മുടെ ഈ വർഷത്തെ ലിമ നമ്മൾ പൊളിക്കും. ഇത് ഒരാൾക്ക് സാഹചര്യങ്ങൾ കുറവാണെങ്കിൽ പോലും അടുത്ത ആളുകൾ വന്ന് സഹായിക്കുകയും ഇതെല്ലാം ചെയ്യുന്നു. അപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം ഇതിൻ്റെ അകത്തുള്ള വിളവ്. ശരിക്കും പറഞ്ഞാൽ പയറുകൾ തന്നെ ഒരു 3-4-5 വിഭാഗത്തിൽപ്പെടുന്ന പല കളറിൽ ഉള്ള പയറുകൾ, പല വലിപ്പത്തിൽ, പല നീളത്തിൽ, അങ്ങനെയുള്ള പയറുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ഒരു എക്സസൈസിനും ഒക്കെ നല്ലതാണ്. നമുക്ക് സമയം പോയി കിട്ടും. ഞങ്ങളിത് എൻജോയ് ചെയ്യുന്നു. പിന്നെ ഇതൊരു തെറാപ്പറ്റിക്കാണ്. ഡ്യൂട്ടി കഴിഞ്ഞുള്ള സ്ട്രെസ്സിൽ നിന്ന് ഇവിടെ വന്നു കഴിയുമ്പം ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഇവിടെ വരുന്നത്. തീർച്ചയായിട്ടും അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. അതാണ് ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ വരുന്നു. അതാണ് നമ്മുടെ ഏറ്റവും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ തലമുറകൾ എനിക്ക് തോന്നുന്നു മൊബൈൽ വിട്ടൊരു ലോകമില്ലല്ലോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വരുന്നു, വർത്തമാനം പറയുന്നു, ജോലിയുടെ സമ്മർദ്ദം കഴിയുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സമയം പങ്കിടാൻ, ചെലവഴിക്കാൻ താല്പര്യപ്പെടുന്നൊരു വേദി ഇതാണ്. ചുമന്ന ചീര നിൽക്കുന്നുണ്ടോ? നോക്ക്, ആ ചുമന്ന ചീരയുടെ കളറൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ നമ്മുടെ ബീറ്റ്റൂട്ട്, പയറുകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിന് തന്നെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക സന്തോഷം. തീർച്ചയായിട്ടും നമ്മൾ കഷ്ടപ്പെടുന്നതിന്റെ ഒരു ഫലം. അതിലും ഉപരിയായിട്ട് ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് തമാശകൾ പറഞ്ഞ് ചിരിച്ച് സ്ട്രെസ്സുകൾ ഒഴിവാകുന്നു. പിന്നെ കാണാമല്ലോ, അതെ ചുമന്ന് നിൽക്കുന്നു, പൂത്ത് നിൽക്കുന്നു, എല്ലാം കാണുമ്പോൾ ഒരു മനുഷ്യന് സന്തോഷമാണ്. അതാണ് അതിന്റെ ഏറ്റവും. പിന്നെ എല്ലാ ദിവസവും ഇവിടെ വന്നിട്ട് ഇവരോട് ഒരു കൊച്ചു വർത്താനൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്കും ഒരു സന്തോഷമുള്ളൂ. അപ്പോൾ അത് കാരണം എന്താ പറയണ്ട, ജോലി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോരുവാണ്. വീട്ടിൽ വരുന്നു, ഡ്രസ്സ് മാറുന്നു, അന്നേരം നമ്മൾ നമ്മുടെ പണിക്കുപ്പായ എടുത്തിട്ട് ഇങ്ങ് പോരുവാണ്. ചുരുങ്ങിയത് എന്താ പറയണ്ടേ, ഒരു 2-2.5 മണിക്കൂർ നമ്മളിവിടെ പോകുന്നത് നമ്മൾ അറിയാല. പിന്നെ ഞങ്ങളുടെ പിള്ളേരൊക്കെ വളർന്നു കേട്ടോ. 9 മണിയൊക്കെ ആവും ചിലപ്പോൾ കയറി പോകുമ്പോൾ, ചിലപ്പോൾ 10 മണിയാവും ഇവിടുന്ന് കയറി പോകുമ്പോൾ. കാരണം പിന്നെ അതിനൊക്കെ ഇവർ ഇപ്പോൾ ഈ സമ്മർ ടൈമിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. വിൻ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നമ്മൾ അടച്ച് പൂട്ടി കെട്ടി വീട്ടിലിരിക്കും. എല്ലാവരും സന്തോഷം. താങ്ക് യു.